ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ്. നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു 2 വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മഴയും വെയിലും മാറി മാറി വരുന്നത് കാരണം ലോട്ടസിലൊക്കെ നന്നായിട്ട് ബഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ നമുക്ക് ധാരാളം പൂക്കൾ തന്നു കഴിഞ്ഞൊരു വെറൈറ്റിയാണ്. ഇപ്പോഴും നന്നായിട്ട് ബഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്വേതയാണ്. ശ്വേത റിപ്പോർട്ടിങ്ങിന് ശേഷം ഒരു റണ്ണർ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. ഫസ്റ്റ് ഫ്ലവർ മഴ കാരണം ഒടിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ശ്വേത. നല്ല മുത്തുകൾ പിടിപ്പിച്ച ഇതളുകളോട് കൂടിയ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണുന്നത് ഹിന്നാബി എന്നൊരു വെറൈറ്റിയാണ്. ജസ്റ്റ് ഒരു 4 ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ പോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തന്നെ 2 ബഡ് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു W7 റെഡ്. മഴ കാരണം നന്നായിട്ട് ഫ്ലവർ അങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല. നന്നായി പൂക്കുന്നൊരു വെറൈറ്റിയാണ്. നല്ല ട്രോപ്പിക്കലാണ്. ഈ കാണുന്നത് തമോയാണ്. താമരയിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുന്ദരിയായ ഒരു വെറൈറ്റിയാണ് തമോ. അടുത്തതായിട്ട് കാണുന്നത് വൈഡൂര്യയാണ്. വൈഡൂര്യയും നമുക്ക് ഈ സീസണിൽ നന്നായിട്ട് പൂത്തൊരു വെറൈറ്റി തന്നെയായിരുന്നു. ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വന്ന് നല്ലതായിട്ട് പൂത്തൊരു വെറൈറ്റി തന്നെയാണ്. ഞാനിവിടെ 3 ബോട്ടിൽ വെച്ചിട്ടുണ്ട് വൈഡൂര്യ. അടുത്തതായിട്ട് കാണുന്നത് യെല്ലോ ഗാർണറ്റാണ്. യെല്ലോ ഗാർണറ്റും സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബഡ് വന്നിട്ടുള്ളത്. പിന്നീട് വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുകളുണ്ട്. നല്ല യെല്ലോ കളർ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ്. ഒരു പുതിയ വെറൈറ്റി കൂടിയാണ് യെല്ലോ ഗാർണറ്റ്. ഈ കാണുന്നത് ഡ്രോണയുടെ ബഡാണ്. ഇത് ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസും നമുക്ക് ധാരാളം ബഡൊക്കെ വന്നെങ്കിലും ഒന്നും വിരിഞ്ഞ് കിട്ടിയില്ല. മഴ കാരണം ബഡൊക്കെ കരിഞ്ഞു പോവുമായിരുന്നു. അടുത്തതായിട്ട് കാണുന്നത് നിത്യകല്യാണിയാണ്. നിത്യകല്യാണി നന്നായി പൂക്കുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡൈസ് ചെയ്തെടുത്തിട്ടുള്ളൊരു വെറൈറ്റിയാണ്. സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് നിത്യകല്യാണിക്ക് ഫസ്റ്റ് ബഡ് വന്നിട്ടുള്ളത്. വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുകളുണ്ടായിരുന്നു. ഇത് നിത്യയാണ്. നിത്യ റിപ്പോർട്ടിങ്ങിന് ശേഷം ധാരാളം ബഡ് വന്നെങ്കിലും ആദ്യമായിട്ട് വിരിഞ്ഞ് കിട്ടിയ ഫ്ലവർ ഇത് തന്നെയാണ്. മഴ കാരണം ബഡൊന്നും ശരിക്കും വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഈ കാണുന്നത് മിസ് കേരളയാണ്. അഭിലാഷ് വിയാറിന് നല്ലൊരു ഹൈബ്രിഡാണ് മിസ് കേരള. നന്നായിട്ട് ബഡുകൾ വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഈ ബോട്ടിൽ എത്രമാത്രം ബഡുകളാണെന്ന്. ഒരുപാട് ഫ്ലവേഴ്സ് കഴിഞ്ഞു പോയി, ഇപ്പോഴും ബഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് കാണുന്നത് പക്വാനാണ്. പക്വാൻ്റെ 5ാമത്തെ ഫ്ലവറാണിത്. 4ഓളം ബഡുകൾ വന്ന് എല്ലാം കരിഞ്ഞു പോയി, അല്ലെങ്കിൽ മഴ വരുമ്പോൾ ഒടിഞ്ഞു വീണു പോവുക, അങ്ങനെയായിരുന്നു. ആദ്യമായിട്ട് വിരിഞ്ഞ് കിട്ടിയൊരു ഫ്ലവറാണിത് പക്വാൻ്റെ. നല്ല പെറ്റൽ കൗണ്ടുള്ളൊരു വെറൈറ്റിയാണ് പക്വാൻ. അടുത്തതായിട്ട് കാണിക്കുന്നത് മയൂരിയാണ്. മയൂരിയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇതിപ്പോൾ 2 ദിവസമായ ഫ്ലവറാണ്. ഇത് എംബാപ്പെ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ലോട്ടസാണ്. ഇത് കണ്ടില്ലേ, ധാരാളം ബഡുകൾ വരുന്നുണ്ട്. മഴ കാരണം ഫ്ലവേഴ്സൊന്നും നമുക്ക് നല്ല രീതിയിൽ വിരിഞ്ഞ് കിട്ടിയില്ല. എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുകളുണ്ട്. ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി തന്നെ ബഡ് വന്നൊരു വെറൈറ്റി ആയിരുന്നു. ഇത് കർണയാണ്. കർണയുടെ ബഡാണിത്. ഇത് ധ്രുവയാണ്. ധ്രുവയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അഭിലാഷ് വിയാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈബ്രിഡുകളിൽ ഒന്നായ മാജിക് വൈറ്റ് എന്ന വെറൈറ്റിയാണ്. ജസ്റ്റ് ഫ്ലോട്ടിംഗ് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ ഇതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി മനസ്സിലാവുന്നുണ്ടാവും. ഫ്ലോട്ടിംഗ് ലീഫിൻ്റെ കൂടെ തന്നെ 4ഓളം ബഡുകൾ വന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ നല്ല മെച്ചുവേർഡ് ഫ്ലവർ വരുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട്സൊക്കെ ചെയ്യുന്നതാണ്. ഈ കാണുന്നത് റെഡ് ജുവാബ എന്ന വെറൈറ്റിയാണ്. റെഡ് ജുവാബയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഒരുപാട് ബഡുകൾ വന്നെങ്കിലും ഒന്നും ഇതുവരെ വിരിഞ്ഞ് കിട്ടിയിട്ടില്ല. സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് ബഡ് വന്നിട്ടുള്ളത്. ഈ ബഡൊക്കെ വിരിയുമ്പോൾ ഷോർട്ട്സൊക്കെ ചെയ്യുന്നതായിരിക്കും. നല്ല റെഡ് കളർ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് റെഡ് ജുബാബ. അടുത്തതായിട്ട് കാണുന്നത് പിങ്ക് ക്ലൗഡിൻ്റെ ബഡാണ്. പിങ്ക് ക്ലൗഡും സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് എനിക്ക് ബഡ് വന്നിട്ടുള്ളത്. ഇത് കിരണ്യ എന്ന വെറൈറ്റിയാണ്. നമ്മൾ ഒരുപാട് പേർക്ക് റിപ്പോർട്ടിങ്ങിന് ശേഷം ഒരുപാട് പേർക്ക് ട്യൂബേഴ്സൊക്കെ കൊടുത്ത് എല്ലാവർക്കും നന്നായിട്ട് പൂത്തിട്ടുണ്ട്.
അടുത്ത വെറൈറ്റി കാണുന്നത് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയാണ്. പിങ്ക് കോറലും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്, നന്നായി പൂക്കുന്ന വെറൈറ്റിയാണ്. ഇത് ഡോറ എന്ന വെറൈറ്റിയുടെ ബഡാണ്. ഡോറ ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി ബഡ് വന്നിട്ടുണ്ട്. ഇത് ജംബോയുടെ 5ാമത്തെ ബഡാണ്. അടുത്തതായിട്ട് കാണുന്നത് പുതിയൊരു വെറൈറ്റിയാണ്. സെറ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ്. നല്ല റേറ്റുള്ള വെറൈറ്റി കൂടിയാണ് സെറ. നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് കാണുന്നത് വൈഡൂരി തന്നെയാണ്. ഞാനിവിടെ 3 ബോട്ടിൽ വെച്ചിട്ടുണ്ടായി. എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും ബഡാണ്. നമുക്ക് ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ഒന്നും കിട്ടുന്നൊരു പ്രതീക്ഷയില്ല, നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഗാർഡനിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. ബാക്കി പിന്നീട് കാണിക്കുന്നതാണ്. ഇനിയും ഒരുപാട് വെറൈറ്റീസിലൊക്കെ ബഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയും വെയിലും മാറി മാറി വരുന്നൊരു കാലാവസ്ഥയായതുകൊണ്ട് ലോട്ടസൊക്കെ നന്നായി പൂക്കുന്ന സമയമാണ്. ട്യൂബേഴ്സൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ള ഒരു വെറൈറ്റി പക്വാനാണ്. പക്വാൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു ഇമ്പോർട്ടഡ് വെറൈറ്റി ആയ D1ൻ്റെയും ഒരു 2-3 ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. DTDC വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. അതുപോലെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റീസുകൾക്കായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.